കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുദിനം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. എക്സൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഞങ്ങൾ നീയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായമാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം AD 55-നും AD 63-നും ഇടയിൽ എഴുതിയതായി ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്തതായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികളൊക്കെ മറ്റ് സുവിശേഷങ്ങളെക്കാൾ അധികമായി മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നാം ധ്യാനിക്കുമ്പോൾ അവിടെ 4 ആമുഖങ്ങൾ കാണുവാൻ കഴിയും. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷപാതക്കാരനെ സുഖമാക്കുന്ന യേശുക്രിസ്തുവിനെയും 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പാപികളോടുകൂടെ പന്തിയിലിരിക്കുന്ന യേശുക്രിസ്തുവിനെയും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന ശിഷ്യന്മാരോട് അതിന് മറുപടി നൽകുന്ന മണവാളനായ യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയും. 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശബത്തിന് കർത്താവാകുന്നു എന്ന മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാകുന്നു എന്ന വിഷയത്തെയും കാണുവാൻ കഴിയും. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ചില സംഭവ വികാസങ്ങളെ മാത്രം ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരികയും അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ഇവിടെ വ്യത്യസ്തമായ ഒരു തരത്തിലാണ് യേശുക്രിസ്തു ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 2:5 യേശു ആ പക്ഷപാതക്കാരനോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അത് വളരെ വ്യത്യസ്തമായ നിലയിലാണ് യേശു സൗഖ്യമാക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം സംശയങ്ങൾ ഉണ്ടായി. ആദ്യമേ സൗഖ്യമാക്കുന്നതിന് പകരം പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ശാസ്ത്രിമാരുടെ ഇടയിൽ അന്നേരം തന്നെ ഒരു സന്ദേഹത്തിന് കാരണം ആകുന്ന വാക്കുകളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ പക്ഷപാതക്കാരന്റെ യഥാർത്ഥ രോഗത്തിന് കാരണം പാപമാണ് എന്ന് യേശു പറഞ്ഞ ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നേ ദിവസം എന്നെ ശ്രമിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമായ അവസ്ഥകൾക്ക് കാരണം നമ്മുടെ പാപം തന്നെയാണ്. രോഗത്തിന്റെ പിന്നിൽ നമ്മുടെ പാപമാണ്. പലവിധമായ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ എത്തിയിട്ടും അതിന് മറുപടി ലഭിക്കാത്തതിന് കാരണവും പാപം തന്നെയാണ്. വേദപുസ്തകത്തിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു, അകൃത്യം മോചിക്കപ്പെടുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു. യെശയ്യാ പ്രവചനം 51:1-2 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാതിരിപ്പാതെ വണ്ണം കർത്താവിന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും അവനെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തതിന്റെ കാരണവും പാപം അത്രയെന്ന് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും തരം പാപം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ രോഗസൗഖ്യത്തെ ബാധിച്ചിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ആ പാപം ആ കഷ്ടതയ്ക്ക് ഒരു കാരണമാകുന്നുവെങ്കിൽ ആ പാപത്തെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത ഒരു വ്യത്യസ്തമായ അനുഭവം, ചിലപ്പോൾ അത് രോഗസൗഖ്യമായി പരിണമിക്കാം. ചിലപ്പോൾ നാം കടന്നു പോകുന്ന കഷ്ടതയുടെ മധ്യേ ആ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഒരു വിടുതലിന് കാരണമായി തീരുവാനും ഇടയായിത്തീരും. രണ്ടാമതായി ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 2:10 യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്ന്. വളരെ വ്യക്തമായി യേശുക്രിസ്തു തന്റെ അധികാരത്തെ അവിടെ നമ്മളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ് യേശുക്രിസ്തുവിന്, എങ്ങനെയാണ് യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാനും മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം ലഭിച്ചത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെയാണ് യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരം ലഭിച്ചത്. കാൽവറി എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെന്ന് പൗലോസ് അപ്പോസ്തലൻ
തന്റെ ലേഖനത്തിൽ റോമാലേഖനത്തിൽ പറയുന്നു, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവിക പദ്ധതികളിൽ നിന്ന് വളരെ അകലത്തായി, ദൈവത്തിങ്കിൽ നിന്ന് തന്നെ അകലത്തായപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജഡാവതാരം എടുത്തു. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. സകല മാനവരാശിയുടെയും പാപങ്ങൾ അവൻ ക്രൂശിന്മേൽ വഹിച്ചു തന്നെത്താൻ യാഗമായി തീർന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കേവലം ജഡിക ശുദ്ധി മാത്രം വരുത്തിയപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ നിർദോഷമായ രക്തം സകല മനുഷ്യരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ യാഗമായതിന്റെ പരിണതഫലമായി നമുക്ക് എല്ലാവർക്കും പാപമോചനം ലഭിക്കുവാൻ ഇടയായി. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1:29, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. എന്നാൽ മറ്റു ഭാഷാന്തരങ്ങളിൽ KJV പോലെയുള്ള ട്രാൻസ്ലേഷനുകളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട് എന്നിവിടെ വായിക്കുവാൻ കഴിയും. അതെ, നമ്മുടെ എല്ലാ സർവ്വ മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ച് കാൽവറിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ പാപയാഗമായി തീർന്നു. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ കാൽവരി ക്രൂശിൽ വഹിക്കുകയുണ്ടായി. ഏകയാഗത്താൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ നമുക്കെല്ലാം പാപമോചനം ലഭിക്കുകയുണ്ടായി. പാപത്തിന്റെ ശമ്പളം മരണമെന്നിരിക്കും. ആ ശമ്പളത്തെ, എല്ലാവരുടെയും ശമ്പളത്തെ താൻ വഹിച്ചു ക്രൂശിൽ യാഗമായി തീർന്നു. ക്രൂശിൽ യേശുക്രിസ്തു നിവൃത്തിയാകി തന്റെ മരണത്തിനാൽ നിവൃത്തീകരിച്ച മനുഷ്യരാശിക്ക് ലഭിച്ച 3 കാര്യങ്ങൾ ഞാനിവിടെ വ്യക്തമാക്കട്ടെ. 1, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം മൂലം നമുക്ക് ലഭിച്ചത് പാപമോചനം. 2, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം മൂലം നമുക്ക് ലഭിച്ചത് രോഗസൗഖ്യം. 3-മതായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം മൂലം നമുക്ക് ലഭിച്ചത് നിത്യജീവൻ ആകുന്നു. നമ്മുടെ നിത്യജീവനെയും പാപത്തിനും പരിഹാരത്തിനും രോഗത്തിനും സൗഖ്യത്തിനും നാം മറ്റാരെയും തേടി പോകേണ്ട ആവശ്യമില്ല. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുദിനം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ ധ്യാനിക്കുമ്പോൾ നമ്മളിലും ഈ അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ ഇടയായി തീരും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയോ നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയോ നമുക്ക് നിത്യജീവന് വേണ്ടിയോ നാം മൃതാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതില്ല. യാതൊരു തരത്തിലുള്ളതായ പുണ്യസ്ഥലങ്ങളിലും നമ്മൾ പോകേണ്ട, നേർച്ച കാഴ്ചകളും അർപ്പിക്കേണ്ട. നാം ഇരിക്കുന്ന ഇടത്ത് നിന്ന് നമ്മുടെ ഹൃദയം നുറുങ്ങി ദൈവത്തോട് നിലവിളിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന അവൻ കേട്ടു നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ പാപനിമിത്തം നാം അന്ധകാരത്തിലാകുന്നുവെങ്കിൽ ആ അന്ധകാരത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പൂർണ്ണമായും കഴിയും. ഈ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി സകലതും നിവർത്തിയാക്കി. ആകയാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരും